സിസ്റ്റർ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ബോധ്യം, അബ്രഹാമിനെ വിളിച്ച് പുറത്തുകൊണ്ട് നിർത്തി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? നമുക്കറിയാം. അതിൽ പറഞ്ഞു, അതിൽ ഒരു നക്ഷത്രം ഞാനായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവാണ്. അത് കോടാനുകോടി മനുഷ്യരെ യേശുക്രിസ്തുവിനെ രക്ഷപ്രാപിക്കുന്ന മനുഷ്യൻ മുഴുവനും ഉണ്ട്. പക്ഷെ അത് വ്യക്തിപരമായി എനിക്ക് വേണ്ടി അബ്രഹാം അന്ന് സമ്പാദിച്ച വിശ്വാസത്തിൻ്റെ അവകാശിയാണ് ഞാൻ. എന്നിൽ അതുണ്ട്. ആ ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അത് വെളിപ്പെടുത്തപ്പെട്ടു. ആ ബോധ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ വിശ്വാസം കുറേ കൂടി ആഴപ്പെടാൻ അത് കാരണമായി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സംഗതി, ആദ്യത്തെ ദിവസം പ്രാർത്ഥനയുടെ സമയത്ത് രാത്രികളിൽ ഓരോ മണിക്കൂറിലോട്ട് പ്രാർത്ഥന. ആദ്യ ദിവസം ഞാൻ വന്നായിരുന്നു 3 തൊട്ട് 4 വരെയുള്ള സമയം ഞാൻ എടുത്തു. ബ്രദർ പറഞ്ഞു, സാധാരണ നമ്മൾ ആരാധനയ്ക്ക് രാത്രി എഴുന്നല്ലോ ചോദിച്ചാൽ ആരാധിക്കാറുണ്ട്. കുറച്ച് സമയമൊക്കെ ഈശോയെ നോക്കിയിരിക്കും, പിന്നെ നമ്മൾ സ്തുതിക്കും, പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, സ്തുതിച്ചാൽ മതി, ആരാധിച്ചു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ബ്രദർ പറഞ്ഞു, നമ്മളൊന്നും ചെയ്യുന്നില്ല, റിസീവ് ചെയ്താൽ മതി. നമ്മൾ വെറുതെ ഇരുന്ന് സ്വീകരിക്കുക. ഇവിടെ ഈശോയുണ്ട്, അവിടുത്തെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുക, നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി. ഞാൻ ഓർത്ത് 3 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വന്ന് റിസീവ് ചെയ്യാനിരുന്നാൽ ഉറങ്ങിപ്പോവുമായിരിക്കും മിക്കവാറും. പക്ഷേ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, 1.25 മണിക്കൂർ, 1 മണിക്കൂർ ഞാൻ ഉദ്ദേശിച്ചത്, 1.25 മണിക്കൂറോളം ഇരുന്ന് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഒട്ടും ഉറക്കം വരികയോ കണ്ണടഞ്ഞോ ഒന്നും ചെയ്തില്ല. അതൊരു പുതിയ അഭിഷേകമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതൊരു കാര്യമുള്ളത്, 1 കൊരിന്തോസ് 12-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാത്തിനും പ്രചോദിപ്പിക്കുന്ന ദൈവം ഒന്ന് തന്നെ. അപ്പം ആത്മാവ്, കർത്താവ്, ദൈവം അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. ഇന്ന് വരെ എൻ്റെ കണ്ണിൽ അങ്ങനെ ഒരു വചനം പെട്ടിട്ടില്ല. ആ ഭാഗങ്ങൾ 100 പ്രാവശ്യം വായിക്കുകയും അണ്ടർലൈൻ ചെയ്യുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 27 കൊല്ലമായിട്ട് ബൈബിൾ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വരെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇന്ന് വരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സിസ്റ്റർ ജീവ പാടിയതുപോലെ അതൊരു എന്തൊരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നിപ്പോയി ആ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി.